ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രന്റ് ക്രൂഡിൻ്റെ ഒരു പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് $97-98 നിരക്കിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയുടെ ബ്രന്റ് ക്രൂഡിൻ്റെ വില നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അപ്പോൾ US-ഉം ഇറാനും തമ്മിൽ നടന്നു വന്നിരുന്ന സമാധാന ചർച്ചകളിൽ പുരോഗതി ഇല്ലാത്തത് മാർക്കറ്റിൽ വലിയ തോതിലുള്ള ആശങ്ക പരത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാൻ കുവൈറ്റിനും അതുപോലെ ബഹ്റൈനും നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായും ഇതിന് തിരിച്ചടിയായിട്ട് US സൈന്യം ഇറാന്റെ ക്യുഷം ഐലൻഡിന് നേരെ എയർ സ്ട്രൈക്കുകൾ നടത്തിയതായിട്ടും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ആ യുദ്ധത്തിന്റെ ഒരു ഭീതി ഉയർന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹോർമസ് സ്ട്രെയ്റ്റും ഇപ്പോൾ ഭാഗികമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അവിടെ ഇറാന് വ്യാപകമായിട്ട് മൈനുകൾ വിതറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കാരണമാണ് ഓയിൽ ടാങ്കറുകൾ ഈ വഴി വരാൻ മടിക്കുന്നത്. ഇതുകൂടാതെ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ API ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അവർ US-ലെ ക്രൂഡ് ഓയിൽ ശേഖരത്തിൽ അവരുടെ ഇൻവെന്ററിയിൽ തുടർച്ചയായ 7ാമത്തെ വീക്കിലും വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം അത് 6.8 മില്യൺ ബാരലിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുകയും എണ്ണയുടെ ലഭ്യത കുറയുകയും ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സമാധാന കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് 100-ന് മുകളിലേക്ക് കടക്കും. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഈ ഒരു ഫ്ലക്ച്വേഷനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ മാർക്കറ്റിന് ഇപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഓവറോൾ സെക്ടറൽ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT 5.6% ഡൗൺ ആയിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റി മിഡ് സ്മോൾ IT ടെലികോം ഇൻഡെക്സ് 2.3% ഡൗൺ ആണ്. അതുപോലെ റിയൽറ്റി ഇൻഡെക്സ് FMCG കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇവിടെയും 1% ഇടിവ് നമുക്ക് കാണാം. അപ്പോൾ മോർണിംഗ് ട്രേഡിൽ വലിയ തോതിൽ താഴോട്ടേക്ക് പോയ മാർക്കറ്റ് അവസാന ഘട്ടത്തിൽ തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാം. അത് 23,400-ന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് ലെവലിൽ നല്ല തോതിലുള്ള ഒരു വാല്യൂ ബൈങ് നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഫോള് നമ്മൾ തീർച്ചയായിട്ടും പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കുകളിലാണ് വൺ ഇടിവ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നിഫ്റ്റി IT ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് 10 IT കമ്പനികളുടെ ഒരു ഇൻഡെക്സ് ആണ്. എന്നാൽ ഇത് കൂടാതെ തന്നെ നിഫ്റ്റിയിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള IT സ്റ്റോക്കുകളുടെയും ടെലികോം സ്റ്റോക്കുകളുടെയും മറ്റൊരു ഇൻഡെക്സ് കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പെർഫോമൻസ് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കുകളിലാണ് വലിയ തോതിലുള്ള വളറ്റിലിറ്റി നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നലെ CLSAയുടെ റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് IT മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഒരു ബിസിനസ് ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലോബൽ ബ്രോക്കറേജിൻ്റെ റിപ്പോർട്ടും മാർക്കറ്റിന്റെ ചലനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം CLSAയുടെ റിപ്പോർട്ട് 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള അല്ലെങ്കിൽ മീഡിയം ടു ലോങ് ടേം ഉള്ള വളർച്ചയും അതിന്റെ ടാർഗറ്റും ഒക്കെ മുൻനിർത്തിയുള്ള റിപ്പോർട്ടാണ്. അതൊരിക്കലും ഷോർട്ട് ടേം ആയിട്ടുള്ള IT സ്റ്റോക്കുകളുടെ മൂവ്മെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമുക്കറിയാം CLSAയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ IT സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ കയറിയിരുന്നു. കാരണം മെയ് 27-ാം തീയതി മുതൽ IT സ്റ്റോക്കുകൾ റാലി ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഔദ്യോഗികമായിട്ട് നല്ല റിപ്പോർട്ട് കൂടി വന്നതോടെ നല്ലൊരു മുന്നേറ്റം IT സ്റ്റോക്കുകൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ട്രേഡേഴ്സ് അവരുടെ ഷോർട്ട് കവറിങ്ങിനെ ഈ IT റാലി ഉപയോഗപ്പെടുത്തി. അപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സിലെ നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളായിട്ടുള്ള TCS, ഇൻഫോസിസ് ഇതിനെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ആ ഒരു ഷോർട്ട് കവറിങ് നടന്നത്. എന്നാൽ ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കുകളിൽ 4 മുതൽ 5% വരെ റാലി നടന്നപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് IT മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ 2% മുന്നേറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ഈ ഭൂരിഭാഗം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് IT കമ്പനികൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ ഇല്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സിൽ നടക്കുന്ന ഷോർട്ട് കവറിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്പയറി മാനേജ്മെൻറ്റോ ഇത്തരത്തിലുള്ള സ്മോൾ മിഡ് ക്യാപ്പ് IT സ്റ്റോക്കുകളെ ബാധിക്കാറില്ല. അപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ ഒരു റിക്കവറി അത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസരമായിട്ട് പല ബിഗ് ഇൻവെസ്റ്റേഴ്സും കണ്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതുകൂടാതെ നമുക്കറിയാം ഇന്നലെ മാർക്കറ്റിൽ ശക്തമായ ഒരു റിക്കവറി ഉണ്ടായിട്ട് പോലും FIAസിൻ്റെ മാസീവായിട്ടുള്ള സെല്ലിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഏകദേശം 8,000 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് സെല്ലിംഗ് അവർ ഇന്നലെയും നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് മുന്നോട്ട് പോകാത്തതിൻ്റെ തടസ്സമായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള സെൽ ഓൺ റൈസ് മാർക്കറ്റും പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെയാണ്. ഇതുകൂടാതെ ക്രൂഡ് ഓയിൽ വില ഉയർന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ രൂപി വീണ്ടും അതിൻ്റെ വീഴ്ചയിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ RBIയുടെ ഇടപെടലും അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ആ കൂൾ ഡൗൺ ഒക്കെ കാരണം ഇന്ത്യൻ രൂപി ഡോളറിനെതിരെ 95-ന് താഴെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അത് 95.65 എന്ന ലെവലിലേക്ക് ഉയർന്നതായിട്ട് കാണാം. ഏതായാലും മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ
ടോട്ടൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര മോശമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ ഏകദേശം 42% ഉള്ളപ്പോൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 54%. ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതലെങ്കിലും ആ ഒരു അന്തരം വലിയ രീതിയിൽ നമ്മൾ കാണുന്നില്ല. ഇനി നമ്മൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഇന്ത്യയുടെ എക്കണോമിയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു മാനുഫാക്ചറിങ് സർവീസ് സെഗ്മെന്റിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റ പുറത്തു വന്നതായിട്ട് കാണാം. അത് HSBC ഇന്ത്യയുടെ കോമ്പോസിറ്റ് PMI ഡാറ്റയാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയുടെ മൊത്തത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഹെൽത്തിനെ മെഷർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണിത്. S&P ഗ്ലോബൽ എന്ന ആഗോള ഏജൻസിയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് സെക്ടറാണ്, അതായത് ഉൽപ്പാദന മേഖല, ഫാക്ടറികൾ, നിർമ്മാണ മേഖല, ഇതൊക്കെ. മറ്റൊന്ന് സർവീസ് സെക്ടറാണ്, അതായത് സേവന മേഖല, IT, ബാങ്കിങ്, ടൂറിസം, ഇ-കൊമേഴ്സ് തുടങ്ങിയ സംഭവങ്ങൾ. അപ്പോൾ ഈ PMI ഡാറ്റ അളക്കുന്നത് 0 to 100 വരെയുള്ള പോയിന്റുകളിലാണ്. അപ്പോൾ അത് 50-ന് മുകളിലാണെങ്കിൽ നല്ലൊരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ നല്ലൊരു വളർച്ച ആ സെഗ്മെന്റ് കാണിക്കുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ 50-ന് താഴെയാണെങ്കിൽ അത് ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു തകർച്ചയിലേക്ക് പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് പുറത്തു വന്ന മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ കോമ്പോസിറ്റ് PMI ശക്തമായി ഉയർന്നു. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കോമ്പോസിറ്റ് PMI ഏപ്രിലിൽ 58.2 എന്ന ലെവലിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മെയ് മാസം 59.3 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതുപോലെ സർവീസ് മേഖലയിലും വൻ കുതിപ്പാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് സർവീസ് മേഖലയിലുള്ള പ്രകടനമാണ്. അപ്പോൾ ഏപ്രിലിലെ സർവീസസ് PMI 58.8 ആയിരുന്നു. മെയ്യിൽ അത് 59.8 ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രൈറ്റ് ആൻഡ് ലോജിസ്റ്റിക്, ഡിജിറ്റൽ സൊല്യൂഷൻസ്, ഇ-കൊമേഴ്സ്, എൻ്റർടൈൻമെൻറ്റ്, IT ഈ സെഗ്മെൻറ്റിലൊക്കെ ശക്തമായിട്ടുള്ള ആഭ്യന്തര വളർച്ചയാണ് ഈ ഒരു മുന്നേറ്റത്തിന് കാരണം. അപ്പോൾ ഇത് കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും മിഡിൽ ഈസ്റ്റിലെ ആ ഒരു ക്രൈസിസും ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ താൽക്കാലികമായിട്ട് ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഒരു ബിസിനസ് വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ ഗ്രോത്ത് വളരെ മികച്ചതാണെന്നാണ് HSBCയുടെ ഈ ഒരു ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്ന ചില കമ്പനികളുടെ കോർപ്പറേറ്റ് ആക്ഷനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ്, ബൈബാക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ E2E നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന IT ക്ലൗഡ് സെക്ടറിലുള്ള ഈ ഒരു സ്റ്റോക്കിൽ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 10:1 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ്. അതായത് നമ്മുടെ കയ്യിൽ ഈ കമ്പനിയുടെ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് 10 സ്റ്റോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ എക്സ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ 5-ാം തീയതിയാണ്. അപ്പോൾ വെള്ളിയാഴ്ചക്കുള്ളിലായിട്ട് ഈ സ്റ്റോക്ക് ഡിമാറ്റ് അക്കൗണ്ടിലുള്ളവർക്കാണ് ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. ഇതുകൂടാതെ മോബ അവന്യൂ AI ടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി മേഖലയിലുള്ള ഈ മറ്റൊരു സ്റ്റോക്കിലും ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 5:1 എന്നുള്ള അനുപാതത്തിലാണ്. അതായത് നമ്മുടെ കയ്യിൽ ഈ മോബ അവന്യൂവിൻ്റെ ഒരു ഷെയർ ഉണ്ടെങ്കിൽ അത് 5 ഷെയറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അല്ലെങ്കിൽ എക്സ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ 12-നാണ്. അപ്പോൾ ആ ദിവസത്തിന് മുമ്പായിട്ട് ഈ സ്റ്റോക്ക് വാങ്ങിയവർക്കായിരിക്കും ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് കിട്ടുക. ഇതേപോലെ തന്നെ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള ചില ബോണസ് ഇഷ്യൂസും ഉണ്ട്. അതിപ്പോൾ ട്രെൻഡ് ലിമിറ്റഡിൻ്റെ ബോണസ് ഇഷ്യൂ 1:2 എന്നുള്ള ബോണസ് ഇഷ്യൂ, അതായത് 2 സ്റ്റോക്കിന് ഒരു സ്റ്റോക്ക് ബോണസ് ആയിട്ട് ലഭിക്കും. ഇതിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 4-ാം തീയതിയാണ്, അതായത് നാളെയാണ്. അപ്പോൾ നാളെ ഈ സ്റ്റോക്ക് വാങ്ങിച്ചവർക്ക് മാത്രമേ ഈ ഒരു ബോണസ് ഇഷ്യൂ ലഭിക്കുകയുള്ളൂ. മറ്റൊരു സ്റ്റോക്ക് ആനന്ദ് രതി വെൽത്താണ്. അതിൻ്റെ ബോണസ് 1:1 എന്ന അനുപാതത്തിലായിരുന്നു. അതായത് ഒരു ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ ബോണസ് ആയിട്ട് ലഭിക്കും. പക്ഷേ ഇതിൻ്റെ എക്സ് ഡേറ്റ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ജൂൺ 3-നാണ് അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെ മറ്റൊരു സ്റ്റോക്കുള്ളത് സിറ്റി യൂണിയൻ ബാങ്ക് ആണ്. ബോണസ് ഇഷ്യൂ 1:3 എന്ന റേഷ്യോയിലായിരുന്നു. അതായത് 3 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ ബോണസ് ആയിട്ട് ലഭിക്കും. അതിൻ്റെ എക്സ് ഡേറ്റ് ജൂൺ 12-നാണ്. ഇനിയും സമയമുണ്ടെന്ന് നമുക്ക് കാണാം. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ആക്ഷൻ നമ്മൾ കാണുന്നത് വിപ്രോയുടെ ബൈബാക്കാണ്. 15,000 കോടിയുടെ ഒരു മെഗാ ഷെയർ ബൈബാക്കാണിത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള അവസാന അവസരം എന്ന് പറയുന്നത് ജൂൺ 4-ാം തീയതിയാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസും ഒക്കെ സംഭവിക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ എണ്ണം കൂടുമെങ്കിലും അതിനനുസരിച്ചിട്ട് സ്റ്റോക്കിൻ്റെ വില താഴോട്ടേക്ക് വരും. ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എങ്കിലും സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്കുകൾക്ക് അത് ഗുണകരമായിട്ട് മാറും. ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ കാണുന്നത് പുട്ട് കോൾ റേഷ്യോ 0.7, 0.8 എന്ന ലെവലിലൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് താൽക്കാലികമായിട്ട് ഒരു ബിയറിഷ് മൂഡിലാണ്. അതിൻ്റെ ശക്തിയാണ് അവിടെ അത് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് പോയതോടുകൂടി കോൾ റേറ്റേഴ്സ് വളരെ സജീവമായിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നത് 23,500, 23,600 സ്ട്രൈക്കുകളിലാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പെട്ടെന്ന് കയറുകയില്ല എന്ന്
കോൾ റേറ്റ് ചെയ്ത ട്രേഡേഴ്സ് വിശ്വസിക്കുന്നുണ്ട്. ഹയസ്റ്റ് കോൾ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 24,000 ലെവലിലാണ്. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ദിവസങ്ങളിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് ആയി നിൽക്കാൻ പോകുന്ന കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ളത് 23,500 ലെവലിലാണ്. പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും ശക്തമായിട്ട് കാണുന്നത് 23,300 23,000 അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് പുട്ട് റേറ്റേഴ്സ് ശക്തമായിട്ട് പ്രതിരോധിക്കുന്നത്. അപ്പോൾ വരുന്ന ട്രേഡിംഗ് സെഷനുകളിൽ നിഫ്റ്റി 23,300 23,600 ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെങ്കിലും ലോങ് ടേമിൽ നമ്മൾ കാണുന്നത് 23,000 24,000 ആ ഒരു റേഞ്ചാണ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.